ഈ കുഞ്ഞിൻ്റെ പിതാവിനെ പോലും നമ്മുടെ ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മുഖം പോലും കാണിക്കാതെയാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് പോലും ചരിത്രത്തിൽ നിന്ന് വിസ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ ഇന്ന് കേരളത്തിലെ ഒരു മുന്തിയ ചാനലിൽ നേരിട്ട് വന്ന് ചാനൽ അവതാരകനുമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഇതിൽ പോലീസ് ആയിക്കൊള്ളട്ടെ, പ്രോസിക്യൂഷൻ ആയിക്കൊള്ളട്ടെ, കോടതി ആയിക്കൊള്ളട്ടെ, പ്രതിക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഈ മരണപ്പെട്ട ഈ 6 വയസ്സുകാരി കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇവിടെ പ്രയത്നിച്ചിട്ടുള്ളത് എന്നൊരു സംശയം എനിക്കുണ്ട്. ആ സംശയത്തിന് പൊതുസമൂഹത്തോട് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനും പോലീസുമാണ്. ഇനി രണ്ടാമത്, ആ കുടുംബത്തിലെ അംഗങ്ങൾ, ആ കുട്ടിയുടെ അമ്മ, അച്ഛൻ, അവരെല്ലാം ഇന്നലെ ഇല്ലാതെ ചങ്ക് പൊട്ടി കരഞ്ഞില്ലേ? ആ കരച്ചിലൊക്കെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ബധിരകരണങ്ങളിൽ പതിഞ്ഞത് എന്നുള്ളതിൻ്റെ തെളിവല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഈ വിധി അഭിമാനകരമല്ലെന്ന്? ആർക്ക് അഭിമാനകരമല്ലെന്നാ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അഭിമാനകരമല്ല, അതിലപ്പുറം ആഭ്യന്തര വകുപ്പിന് അഭിമാനകരമല്ല. അത് അഭിമാനകരമല്ല എന്ന് മുഖ്യമന്ത്രി ഒരു വാക്കിൽ പറഞ്ഞൊതുക്കിയാൽ പോരാ. പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പരാജയമെന്ന് കോടതി കൃത്യമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അതിനപ്പുറത്ത് ഈ തെളിവ് ശേഖരിക്കുന്നതിലും തുടർന്നുള്ള കാര്യങ്ങളിലും ശാസ്ത്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കുറിച്ചിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിൽ വരും. പക്ഷേ ഇതിൽ വീഴ്ച പറ്റിയ ആളുകൾക്കെതിരെ നമ്മൾ നടപടി സ്വീകരിക്കണ്ടേ? ഇന്ന് ഈ പ്രതി ചേർക്കപ്പെട്ട DYFI പ്രവർത്തകൻ അർജുൻ എന്ന് പറഞ്ഞ ആൾ പറയുന്നത് പോലീസ് അയാളെ മർദ്ദിച്ച് ഞാൻ കുറ്റം ചെയ്തു എന്ന് പറയിപ്പിക്കുന്നു, അയാൾക്കെതിരെ കൃത്രിമമായിട്ട് തെളിവുകൾ നിർമ്മിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ആ പ്രതി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനെതിരെ നടപടി സ്വീകരിക്കണ്ടേ? ഇപ്പം ആര് പറഞ്ഞതാണ് സത്യമെന്ന് പൊതുസമൂഹം വിചാരിക്കേണ്ടത്? ആ കുഞ്ഞു മരണപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അതിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ള കാര്യത്തിൽ കോടതിക്കും സംശയമില്ല, കൊല ചെയ്യപ്പെട്ടതാണെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ആര് കൊന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? പോലീസിനും പ്രോസിക്യൂഷനും അതിനപ്പുറം കോടതിക്കുമാണ്. ഈ 3 വിഭാഗം കൈമലർത്തുമ്പോൾ നമ്മൾ ആരോടാണ് ഇതൊക്കെ ചോദിക്കേണ്ടത്? ഇനി രണ്ടാമത്, കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിൽ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ, വാളയാറിലെ കാര്യം അല്പം മുമ്പ് ബഹുമാനീയനായ CR നീലകണ്ഠനോട് സൂചിപ്പിച്ചു. അക്കാര്യത്തിൽ അന്ന് ആ 2 പെൺകുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യത്തിലെടുത്ത അതേ അലംഭാവവും ലാഘവും തന്നെയാണ് ഇക്കാര്യത്തിൽ വണ്ടിപ്പെരിയാറിലും എടുത്തിട്ടുള്ളത്, അട്ടപ്പാടിയിലെ മധുവിൻ്റെ മരണത്തിലും എടുത്തിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് പൊതുസമൂഹത്തിന് സംശയത്തിന്റെ കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് പോലീസിന്റെ വീഴ്ച അത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വീണു കൊടുക്കുന്നു അല്ലെങ്കിൽ വഴുതി കൊടുക്കുന്നു എന്ന് നമുക്ക് ഒരു ലേശം പോലും സംശയമില്ലാതെ പറയാവുന്ന രീതിയിലുള്ള വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞതുപോലെ പോലീസ് സ്ഥലത്തെത്തി, ആ പോയിന്റ് എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ് അരുൺകുമാറും സംസാരിച്ചത് പോലീസ് എത്തിയെന്ന്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് അവിടെ എത്തിയത്, അന്നേ ദിവസം അവിടെ എത്തിയത്. പോലീസ് എന്ന് പറഞ്ഞാൽ കാക്കി ഉടുപ്പിട്ട് ചെല്ലുന്ന ആരും പോലീസാണ് സാധാരണ മനുഷ്യരുടെ മുമ്പിൽ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എപ്പോഴാണ് അവിടെ എത്തിയത്? ആ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് മറുപടിയില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ഇതിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാണ് അരുൺകുമാർ പറയുന്നത്. പ്രതീക്ഷിച്ച പോരാ, പോലീസും പ്രോസിക്യൂഷനും കൃത്യമായിട്ട് പണിയെടുക്കണം. ശിശുക്ഷേമ സമിതിയും അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇത്തരം കേസുകളിൽ അവരുടെ നിരീക്ഷണം കൂടി ഉണ്ടാകണമെന്ന് വ്യവസ്ഥ ണ്ട്. അവർ ഇക്കാര്യത്തിൽ എന്ത് നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്? ഈ പാവപ്പെട്ട കുട്ടി അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, പാവപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ ആരും ഉണ്ടായില്ല, അവർക്ക് വേണ്ടിയിട്ട് സ്വാധീനം ചെയ്യാനും ആരും ഉണ്ടായില്ല. സ്വാധീനം ചെലുത്താൻ ആരും ഇല്ലാത്തതിന്റെ പേരിലല്ലേ ആ കുട്ടിയുടെ മാതാവും പിതാവും ഇന്നലെ ആ കോടതി വരാന്തയിൽ പൊട്ടിക്കരഞ്ഞത്, ചങ്കുപൊട്ടി? അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും മറ്റ് സ്വാധീന ശക്തികൾക്ക്